എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമുക്ക് ഈ ക്ലാസ്സിൽ നമ്മുടെ എക്സ്പൊണൻസിന്റെ ബാക്കി വരുന്ന ഫോർമുലാസും അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചധികം പ്രോബ്ലംസും ചെയ്യാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ കുറച്ച് ഇക്വേഷൻസ് ആണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ് a raised to m is equal to a raised to n എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും തുല്യമാണെന്നാണ്. ഈക്വൽ ടു ഇത് രണ്ടും തുല്യമാണെങ്കിൽ m ഉം n ഉം എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇതിൽ നമുക്ക് കിട്ടുന്നത് m ഈക്വൽ ടു n എന്നാണ്. അടുത്തത് a raised to 1/2 is equal to root a. Okay. Next, a raised to 1/3 is equal to 3 root a. അതുപോലെ തന്നെ a raised to 1/4 is equal to 4 root a. അടുത്തത് root x into root x is equal to x. ഇനി root x into root y ആണ് വരുന്നതെങ്കിലോ root xy എന്ന് വരും. നമ്മുടെ നെക്സ്റ്റ് ഇക്വേഷൻ x plus 1/x is equal to a ആണെങ്കിൽ x square plus 1/x square is equal to a square minus 2. ഓക്കെ, ഇനി x minus 1/x ആണ് a ആകുന്നതെങ്കിൽ x square plus 1/x square എന്ന് പറയുന്നത് a square plus 2. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. ഇത് വെച്ചിട്ട് എന്തായാലും നമുക്ക് ഒരു പ്രോബ്ലം പ്രതീക്ഷിക്കാം. നമ്മുടെ അടുത്ത ഇക്വേഷൻസ് x plus 1/x a ആണെങ്കിൽ x cube plus 1/x cube എന്ന് പറയുന്നത് a cube minus 3a ആയിരിക്കും. അതേസമയം x minus 1/x ആണ് a എങ്കിൽ x cube plus 1/x cube എന്ന് പറയുന്നത് a cube plus 3a ആയിരിക്കും. എല്ലാ ഇക്വേഷൻസും പോസ് ചെയ്തിട്ട് എല്ലാവരും നോട്ട് ചെയ്തെടുക്കണം. കാരണം ഇക്വേഷൻസ് നമുക്ക് വേണം. ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ പ്രോബ്ലംസും ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇക്വേഷൻസ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള കുറെ പ്രോബ്ലംസിലേക്ക് കിടക്കാം. നമ്മുടെ ആദ്യത്തെ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ്. ആദ്യത്തെ പ്രോബ്ലം 2 raised to minus 6 by 4 raised to minus 4. ഇത് നമ്മൾ എങ്ങനെ ചെയ്യും? നമുക്കറിയാം ഇവിടെ 2 raised to minus 6 ആണ്. ഇത് ഈക്വൽ ടു ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇത് ഇതിന്റെ അടിയിലാകും. അതുപോലെ 4 raised to minus 4 എന്നത് മുകളിലും ആകും. അതായത് 2 raised to minus 6 എന്നത് താഴെയും 4 raised to minus 4 എന്നുള്ളത് മുകളിലും ആകും. അതുപോലെ ഇതിന്റെ മൈനസ് എന്നുള്ള ചിഹ്നവും മാറും സമത്തിന് ഇപ്പുറത്തേക്ക് വരുമ്പോൾ. അതായത് ഇപ്പുറത്തേക്ക് എടുത്ത് എഴുതുമ്പോൾ 4 raised to 4 by 2 raised to 6 എന്നാകും. മനസ്സിലായോ? ഇവിടെ ഗുണനം എന്നുള്ളത് താഴെ ഡിവിഷനും ആകും. ഇവിടെ ഡിവിഷനിൽ കിടക്കുന്ന മുകളിലേക്ക് വരുമ്പോൾ ഗുണനവും ആകും. അതിന്റെ ചിഹ്നവും മാറും. ഇത് നമുക്കിത് എങ്ങനെ ചെയ്യാം? 4 raised to 4 എന്ന് പറഞ്ഞാൽ 4 into 4 into 4 into 4. ഓക്കെ, ഡിവൈഡഡ് ബൈ 2 raised to 6 എന്ന് പറഞ്ഞാൽ 2 into 6 അല്ല, 2 6 പ്രാവശ്യം ഗുണിക്കുക. അപ്പോ 1 2 3 4 5 6. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം ഈ 2 into 2 4 വെട്ടി, വീണ്ടും 2 into 2 4 വെട്ടി, വീണ്ടും 2 into 2 4 വെട്ടി. ബാക്കി ഇവിടെ എത്രയുണ്ട്? 4. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? 4. ഓക്കെ, ഇത് നമ്മുടെ അടുത്ത പ്രോബ്ലം 6 raised to 2 divided by 2 raised to minus 3. ഇവിടെ എന്ത് വരും? നമുക്ക് ഈ 2 raised to minus 3 മുകളിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ നമ്മുടെ ഈ മൈനസ് മാറി കിട്ടും. അപ്പൊ ഇവിടെ വരുന്നത് 6 raised to 2 into ഇത് മുകളിലേക്ക് പോകുമ്പോ ഇൻറ്റു ആകുമല്ലോ, ഇവിടെ മൈനസ് കളയാൻ വേണ്ടി 2 raised to 3. ഓക്കെ, അപ്പൊ നമുക്ക് 6 raised to 2 എന്ന് പറഞ്ഞാല് 6 into 6 into 2 raised to 3 2 into 2 into 2 എത്രയാണ്? 6 into 6 36 into 2 into 2 4 4 into 2 8. എത്രയാണ് 36 into 8? 288. ഓക്കെ, നമ്മുടെ അടുത്ത പ്രോബ്ലംസ് 4 raised to 2 divided by 5 raised to minus 2. മൈനസ് കളയാൻ വേണ്ടി നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോകും. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത പോലത്തെ തന്നെ പ്രോബ്ലം ആണിത്. അപ്പൊ നമുക്ക് 4 raised to 2 into 5 raised to 2 എത്രയാണ്? നമുക്ക് 4 into 4 എന്നിട്ട് സമയം കളയണ്ട. നമുക്കറിയാം 4 raised to 2 എന്ന് പറഞ്ഞാല് 4 into 4 എന്നാണ്. അപ്പൊ 4 into 4 എത്രയാണ്? 16 into 5 into 5 25. എത്രയാണ് 16 into 25 എന്ന് പറഞ്ഞാല് 400. നമ്മുടെ നാലാമത്തെ പ്രോബ്ലം 2 raised to minus 5 by 7 raised to 2.
ഇവിടെ നമ്മൾ ഈ മൈനസ് കളയാൻ എന്ത് ചെയ്യും? കാരണം നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലംസിലൊക്കെ മൈനസ് താഴെയാണ് വന്നത്, ഇതിപ്പോ മുകളിലാണ്. ഒന്നും ചെയ്യാനില്ല, നേരെ താഴേക്ക് കൊണ്ടുവരാം. അപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് 1/, ഇവിടെ നമ്മൾ ഇതിന് താഴെ കൊണ്ടുവന്ന മുകളിൽ 1 അല്ലേ ഉള്ളൂ. അപ്പൊ 1/, ഇവിടെ ഓൾറെഡി ഉള്ളത് ഏതാണ്? 7^2. 7^2 into 2^5. അപ്പോ 1/, എത്രയാണ്? 7 into 7 49 into 2^5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 into 2 into 2 into 2 into 2 32. അപ്പോ 1/49 into 32 എന്ന് പറഞ്ഞാല് 1568. ഓക്കെ, ഇത് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തെടുക്കണം. ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള വഴിയൊക്കെ പറഞ്ഞു തരാം കേട്ടോ. ഇവിടെ 8 ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ടൈപ്പ് 1 പ്രോബ്ലംസ് കഴിഞ്ഞു. ഇനി ടൈപ്പ് 2 പ്രോബ്ലംസ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ 49^1/2. ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഇക്വേഷൻ a^1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? √a. അപ്പൊ 49^1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? √49. 49ന്റെ റൂട്ട് എല്ലാവർക്കും അറിയാലോ, എത്രയാണ്? 7. അടുത്തത് 144^1/2. അതിന്റെ അർത്ഥം എന്താണ്? √144. എത്രയാണ് 144ന്റെ റൂട്ട്? 12. ഇനി അടുത്തത് 64^1/2. ഇത് നമ്മൾ റൂട്ട് ഇട്ടിട്ട് സമയം കളയണ്ട, ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം റൂട്ട് കണ്ടുപിടിക്കാനാണെന്ന്. അപ്പൊ എത്രയാണ് 64ന്റെ റൂട്ട് എന്ന് പറയുന്നത്? 8. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ 27^1/3. നമ്മളിപ്പോ പഠിച്ച ഇക്വേഷൻ ആണ്. എന്താണ്? a^1/3 എന്ന് പറഞ്ഞാല് 3√a. ഓക്കെ, അപ്പൊ നമുക്ക് അതുപോലെ എഴുതാം. 27 എത്രയാണ്? 27 കിട്ടണമെങ്കിൽ നമ്മൾ ഏത് സംഖ്യനെയാണ് 3 തവണ ഗുണിക്കേണ്ടത്? 3. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? 3. ഓക്കെ, അടുത്തത് 8^1/3. 8 എന്ന് പറയുമ്പോൾ എത്രയാണ്? 8 ഒക്കെ സിമ്പിൾ ആണ്, എല്ലാവർക്കും അറിയാം. 2 into 2 into 2 ആണ് 8. ക്യൂബ് റൂട്ട് ഒക്കെ ചെറിയ ചെറിയ സംഖ്യകളുടെ ക്യൂബ് റൂട്ട് ഒക്കെ എല്ലാവർക്കും അറിയാവുന്നൊരു ധാരണയിലാണ് ചെയ്ത് കാണിക്കാത്തത്. ഇനി അടുത്തത് 125^1/3. എത്രയാണ്? 125 എന്ന് പറയുമ്പോൾ ഏത് സംഖ്യയെ 3 തവണ ഗുണിക്കുമ്പോഴായിരിക്കും? നമുക്ക് 5നെ ഒന്ന് നോക്കാം. 5 into 5 എത്രയാണ്? 5 into 5 25. 25 into 5 എത്രയാണ്? 125. അപ്പൊ ആൻസർ 5. അപ്പൊ നമ്മുടെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ 256^1/4. 256^1/4. എന്താണ് ഇതിന്റെ അർത്ഥം? എന്താണ്? ഏതോ ഒരു സംഖ്യനെ 4 തവണ ഗുണിക്കുമ്പോൾ നമുക്ക് 256 കിട്ടും. ഏത് സംഖ്യയാണ്? നമുക്ക് 4 നോക്കാം. 4 into 4 into 4 into 4. 4 into 4 16. 16 into 4 64. 64 into 4 256. അതിന്റെ ആൻസർ എത്രയാണ്? 4. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 16^1/4. ഇതിനിങ്ങനെ എഴുതി സമയം കളയണ്ട. മുകളിൽ 1/4 വന്നാൽ എന്താണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്? ഒരു സംഖ്യനെ നമ്മൾ 4 തവണ ഗുണിക്കുമ്പോൾ നമുക്ക് 16 കിട്ടും. 16 ഒരു ചെറിയ സംഖ്യയാണ്. അപ്പൊ ഏത് സംഖ്യ ആയിരിക്കും? നമുക്ക് 2 എടുത്ത് നോക്കാം. 2 into 2 4. 4 into 2 8. 8 into 2 16. അപ്പൊ അതിന്റെ ആൻസർ എത്രയാണ്? 2. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ 100^1/2 പ്ലസ് 16^1/4. ഇതെങ്ങനെ ചെയ്യാം? 100 നമ്മൾ നേരത്തെ ചെയ്തതാണ്, എന്നാലും ഞാൻ ഒന്നുകൂടെ എഴുതിയിടുന്നു. √100 പ്ലസ് 16. ഇതിന്റെ ആൻസർ എന്തായിരിക്കും? √100 നമുക്കറിയാം 10 പ്ലസ് ഇവിടെ ഏതോ ഒരു സംഖ്യനെ 4 തവണ ഗുണിക്കുമ്പോഴാണ് 16 കിട്ടുന്നത്. ഏത് സംഖ്യയാണ്? 2നെ 2 into 2 into 2 into 2 ആണ് 16. പ്ലസ് 2 is equal to 12. ഓക്കെ,
ഇനി നമ്മുടെ അടുത്ത പ്രോബ്ലം 243 പ്ലസ് 81 കുറച്ച് വലിയ സംഖ്യയാണ് അല്ലെ. നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല് നമ്മൾ ഏതോ ഒരു സംഖ്യനെ 5 തവണ ഗുണിക്കുമ്പോൾ നമുക്ക് 243 കിട്ടുന്നുണ്ട്. അത് ഏത് സംഖ്യയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഏത് സംഖ്യയായിരിക്കും? നമുക്ക് 3 ഒന്ന് ചെയ്ത് നോക്കാം. എന്തായാലും 3 × 3 9, 27, 81, 81 × 3 243. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് 3 കിട്ടി. ഇനി 81 നമുക്ക് ഇതുപോലെ ചെയ്ത് നോക്കാം. 81 നമുക്ക് കിട്ടാനായിട്ട് ഏതൊരു സംഖ്യനെ 4 പ്രാവശ്യമാണ് ഗുണിക്കേണ്ടത്. അപ്പൊ എങ്ങനെയാണ്? നമുക്ക് ഇവിടെ ഓൾറെഡി 3 × 3 × 3 × 3 4 തവണ ഗുണിച്ചപ്പോൾ നമുക്ക് 81 കിട്ടി. അപ്പൊ അവിടെയും ഏത് സംഖ്യ തന്നെയാണ് വരുന്നത്? 3 തന്നെ. ഇവിടുത്തെ ആൻസർ എത്രയാണ്? 3. അപ്പൊ നമ്മുടെ ടോട്ടൽ ആൻസർ 3 + 3 = 6. ക്ലിയർ ആയോ? അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ 64⁻⁴ മൈനസ് 9⁻⁴. എന്താണ് 64⁻⁴ എന്ന് പറയുമ്പോൾ 64 മൈനസ് √9. ഏതൊരു സംഖ്യയിൽ നമ്മൾ 3 തവണ ഗുണിക്കുമ്പോഴാണ് നമുക്ക് 64 കിട്ടുന്നത് എന്നാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏത് സംഖ്യയായിരിക്കും? 4 × 4 16, 16 × 4 64. അപ്പൊ നമുക്കിവിടെ എന്ത് കിട്ടിയ ആൻസർ? 4. ഇവിടെ മൈനസ് ആണ്. മൈനസ് √9 എത്രയാണ്? 3. 4 - 3 എത്രയാണ്? 1. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ 4096 - 2/6. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമുക്ക് പ്രീവിയസ് എക്സാംസിന് വന്നിട്ടുണ്ട്. ഇനി ഈ 4096നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് നമുക്ക് ഇതിനെ ഒരു കൃത്യങ്ക രൂപത്തിൽ നമുക്ക് എഴുതണം. നമുക്ക് എങ്ങനെ കിട്ടും? ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമ്മൾ LCM HCF പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും. അതിന്റെ ക്ലാസ് നമുക്ക് ഉടൻ തന്നെ ഇടാം. അപ്പൊ ഇപ്പൊ ഞാൻ തന്നെ പറയാം. 4096 എന്ന് പറയുന്നത് 4⁻6 ആണ്. 4⁻6 -2/6. ഇങ്ങനെ വരുമ്പോൾ എന്താണ് ഇതിന്റെ അർത്ഥം? ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ റൂട്ട് തമ്മിൽ 6 × -2/6 എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് ഈ 6ഉം ഈ 6ഉം ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ബാക്കി -2 കിട്ടും. അപ്പോ 4⁻². ഓക്കെ, 4⁻² എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് a⁻m എന്ന് പറയുന്നത് 1/a⁻m ആണെന്ന്. അപ്പൊ നമുക്ക് അതായത് 1/4². 1/4² എന്ന് പറഞ്ഞാൽ എന്താണ്? 1/16. ഇനി നമ്മുടെ ടൈപ്പ് 3 പ്രോബ്ലംസ് ആണ്. നമ്മുടെ ആദ്യത്തെ പ്രോബ്ലം 16⁻⁴. എങ്ങനെ ചെയ്യാം? ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ ആദ്യം ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള സംഖ്യനെ ഈ കൃത്യങ്ക രൂപത്തിൽ തന്നെ എഴുതണം. 16നെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 2⁻4 എന്ന് എഴുതാം. അതല്ലെങ്കിൽ 4⁻2 എന്ന് എഴുതാം. പക്ഷെ ഇവിടെ നമ്മൾ 2⁻4 എന്ന് തന്നെ എഴുതണം. കാരണം നമുക്ക് ഇവിടെ 5/4 ആണ്. അടിയിൽ 4 അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് 2⁻4 എന്ന് എഴുതിയാൽ നമുക്ക് ഈ 2 4കളും കൂടി ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. ഞാൻ ചെയ്ത് കാണിക്കാം. 16 ഞാനിവിടെ 2⁻4 എന്ന് എഴുതുകയാണ്. 2⁻4 16 ആണെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ലല്ലോ. 2 × 2 പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ 2⁻4 5/4. അപ്പൊ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ 4 × 5/4 എന്നാണ് ഇതിന്റെ മീനിങ്. അപ്പൊ ഈ 4ഉം 4ഉം നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ എന്ത് വരും ആൻസർ? 2⁻5. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ 27⁻⁴/3. ഇതും ഇതുപോലെ തന്നെ. അതായത് ഏതൊരു സംഖ്യനെ നമുക്ക് 3 പ്രാവശ്യം ഗുണിച്ചാൽ 27 കിട്ടും. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് അറിയാം. 3 ആണ് എന്നുള്ളത്. 3 × 3 × 3 ആണ് 27. അപ്പൊ നമുക്ക് ഇവിടെ 3⁻3⁴/3 എന്ന് എഴുതാം. ഈ 3യും ക്യാൻസൽ ആയി പോയി. ബാക്കി എത്രയാണ്? 3⁻4. ഓക്കെ, 3⁻4 എന്ന് പറയുന്നത് എത്രയാണ്? 81.
ഇനി എക്സാംസിൽ ചിലപ്പോൾ നമുക്ക് ഈ രൂപത്തിൽ തന്നെയായിരിക്കും ആൻസർ വരുന്നത്, ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും. ഇത് ഗുണിച്ചെഴുതാൻ എല്ലാവർക്കും അറിയാമല്ലോ, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ ടൈപ്പ് 4ലെ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് എക്സാമിന് വരുന്ന ഏകദേശം മോഡലാണിത്. 3m the whole raised to 5 is equal to 3 raised to 20 എങ്കിൽ m എത്രയാണ്? വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണിത്. നമുക്ക് ചെയ്യാം. നമുക്ക് വീണ്ടും ക്വസ്റ്റ്യൻ ഒന്ന് എടുത്തെഴുതാം. 3 raised to m the whole raised to 5 is equal to 3 raised to 20. 3 raised to m the whole raised to 5 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 raised to 5m അല്ലേ? നമ്മൾ ഇത് രണ്ടും കൂടി ഗുണിക്കണം. നമ്മൾ നേരത്തെ ഇക്വേഷനിൽ പറഞ്ഞിട്ടുണ്ട് a raised to m the whole raised to n എന്ന് പറഞ്ഞാൽ a raised to mn ആണെന്ന്. ആ ഇക്വേഷനാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തത്. ഈക്വൽ ടു 3 raised to 20. ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് a raised to m is equal to a raised to n എന്ന് പറഞ്ഞാൽ m equal to n ആണെന്ന്. അതായത് 5m equal to ആണ് 20. അപ്പൊ m എന്ന് പറഞ്ഞാൽ എന്താണ്? 20 ഡിവൈഡഡ് ബൈ 5. എത്രയാണ്? 25 പ്രാവശ്യം പോവും? 4. ഓക്കെ, അപ്പൊ നമ്മുടെ m എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ 3 raised to m is equal to 729 729 എങ്കിൽ 3 raised to m minus 3 എത്ര? ചെയ്യാം. നമ്മള് ക്വസ്റ്റ്യൻ ഒന്നുകൂടി എടുത്തെഴുതി. 3 raised to m is equal to 729. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മള് ഈ 729 3ന്റെ കൃത്യം രൂപത്തിൽ എഴുതണം. ഇവിടെ നമുക്ക് LCM അത്യാവശ്യമാണ്. അപ്പൊ ഇവിടെ ഞാനിപ്പോ LCM കണ്ടുപിടിച്ച് തരാം. നമുക്ക് ആദ്യം 729ന്റെ LCM കാണാം. 729 3 243 ഇങ്ങനെ 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 പോകും. നമുക്ക് എണ്ണി നോക്കാം എത്ര പ്രാവശ്യം. 1 2 3 4 5 6. അതായത് 3 raised to 6 ആണ് 729. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം 3 raised to m is equal to 3 raised to 6. അപ്പൊ m എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6. m equal to 6. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? m minus 3 ആണ്. ആദ്യം നമുക്ക് ഇവിടെ എടുത്തെഴുതാം. 3 raised to m minus 3. m നമുക്ക് കിട്ടിയല്ലോ 6 ആണെന്നുള്ളത്. അപ്പോ 3 raised to 6 minus 3 എത്രയാണ്? 3 raised to 3. 3 raised to 3 എത്രയാണ്? 3 into 3 into 3 27. ഓക്കെ, അപ്പൊ നമ്മുടെ ടൈപ്പ് 5ലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണിത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. 25 into 25 into 25 into 25 is equal to 5 raised to x എങ്കിൽ x എത്ര? നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എടുത്തെഴുതാം. 25 into 25 into 25 into 25 5 raised to 6 ആണെന്നാണ് പറയുന്നത്. അതായത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഓരോ 25നെയും നമുക്ക് 5ന്റെ കൃത്യം രൂപമായിട്ട് എഴുതാം. 25 5ന്റെ കൃത്യം രൂപമായിട്ട് എങ്ങനെ എഴുതും? 5 into 5 അല്ലേ 25. അപ്പൊ നമുക്കിവിടെ 5 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ. 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 raised to 2. 5 raised to 2 ഇൻറ്റു 5 raised to 2 ഈക്വൽ ടു 5 raised to x എന്ന് എഴുതാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ കൃത്യങ്കം മൾട്ടിപ്ലൈ ചെയ്യാൻ വരുമ്പോൾ നമുക്ക് മുകളിലുള്ള സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ മതി. അതായത് 5 raised to 2 plus 2 plus 2 plus 2 equal to 5 raised to x. എത്രയാണ് 2 plus 2 plus 2 plus 2 എന്ന് പറയുന്നത്? 5 raised to 8. 5 raised to 8 is equal to 5 raised to x. അപ്പൊ x എന്ന് പറഞ്ഞാൽ എത്രയാണ്? x equal to 8. നമ്മുടെ ടൈപ്പ് 6 ക്വസ്റ്റ്യൻ. x raised to 3 into y raised to 5 by 2 the whole raised to 1 by 2 by 3. ഇവിടെ ഇൻഡു എന്നാണ് അർത്ഥം. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? ഓരോന്നിനും നമുക്ക് സെപ്പറേറ്റ് ഇത് കൊടുക്കണം. ഈ ഉള്ളിലുള്ള ഓരോന്നിനും. അതായത് x raised to 3 the whole raised to minus 2 by 3 into y raised to 5 by 2 the whole raised to
-2/3. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ 3യും 3യും ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ നമുക്ക് x⁻² എന്ന് കിട്ടും. ഇവിടെയോ, ഇവിടെ നമുക്ക് എന്ത് വരും, 5/2 ഇൻറ്റു -2/3 എന്നാണല്ലോ. മനസ്സിലായോ? ഇതിന്റെ അർത്ഥം ഇത് രണ്ടും കൂടി ഗുണിക്കണം എന്നാണ്. അതായത് 5/2 ഇൻറ്റു -2/3 എന്ന് വരും. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയാൽ നമുക്ക് ബാക്കി എന്താ വരുന്നത്, -5/3. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരും, y⁻⁻5/3. ഇതാണ് ഇതിന്റെ ആൻസർ. ഇനി നമ്മുടെ 7ാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. √19⁴. ഇത് നമ്മൾ എങ്ങനെ ചെയ്യും? നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലെ ചെയ്യാൻ. നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാന്ന് വെച്ചാല്, നമുക്ക് ഈ 19⁴ ഒന്നും കൂടെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഈ റൂട്ട് ഇങ്ങനെ തന്നെ കിടക്കട്ടെ. നമുക്ക് എന്ത് എഴുതാം, 19² എന്ന് എഴുതാം. കാണാൻ പറ്റുന്നുണ്ടോ? 19² ഇതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് 2 × 2 ഗുണിച്ചാൽ 19⁴. ഇത് രണ്ടും ഈക്വൽ ആണ്. ഓക്കെ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാല് നമുക്ക് ഈ റൂട്ടും ഇതും കൂടെ ക്യാൻസൽ ചെയ്ത് കളയാം. ഈ സ്ക്വയറും ഈ റൂട്ടും കൂടെ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 19² എന്ന് കിട്ടും. ഓക്കെ, 19² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 19 × 19 = 361. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. 144 = 12x/5 എങ്കിൽ എക്സെട്ര. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മള് നേരത്തെ ഒരു ടൈപ്പിൽ ഏകദേശം ഈ മോഡൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം 144 എന്ന് പറയുന്നത് 12ന്റെ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് ഇതിനെ 12ന്റെ സ്ക്വയർ ആക്കി എഴുതാം. ആദ്യം തന്നെ 12 സ്ക്വയർ = ക്വസ്റ്റ്യൻ 12x/5. ഇങ്ങനെ രണ്ടും ഈക്വൽ ആയിട്ട് വന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ മുകളിലുള്ള കൃത്യംഗങ്ങളും ഈക്വൽ ആയിരിക്കും. അതായത് എന്താണ്, x/5 എന്ന് പറയുന്നതാണ് എന്ത്, 2. അങ്ങനെയാണെങ്കിൽ x എന്താണ്, ഈ 5നെ നമ്മൾ ഇങ്ങോട്ട് എടുക്കും. 2 × 5 = 10. സിമ്പിൾ അല്ലേ? അടുത്ത നമ്മുടെ 8ാമത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിയാൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല്, വലിയൊരു റൂട്ട്, അതിൻ്റെ ഉള്ളിൽ 30 പ്ലസ് വീണ്ടും ഒരു റൂട്ട്, 30 പ്ലസ് അതിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു റൂട്ട്, 30 പ്ലസ് അങ്ങനെ പോകും. ഈ രീതിയിൽ ഉള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ വന്നാൽ നമ്മൾ എങ്ങനെ ചെയ്യുമെന്ന് വെച്ചാല്, ഇവിടെ നമുക്ക് തന്നേക്കുന്നത്, ഇതിന് നമുക്ക് വേറെ റൂൾസ് ഒന്നുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇവിടെ തന്നേക്കുന്ന സംഖ്യ 30 ആണ്. 30ന്റെ കൂടെ ഉള്ളത് പ്ലസുമാണ്. ഇതിന്റെ ആൻസർ എന്താന്ന് വെച്ചാല്, ഈ 30ന്റെ അടുത്തടുത്തുള്ള ഘടകങ്ങൾ ഏതാണെന്ന് നോക്കാം. അടുത്തടുത്തുള്ള ഘടകങ്ങൾ എന്ന് വെച്ചാല് രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ 30 കിട്ടണം. ആ രണ്ട് സംഖ്യകൾ അടുത്തടുത്തുള്ള സംഖ്യകളും ആയിരിക്കണം. 30ന്റെ കേസിൽ അങ്ങനെ വരുന്ന സംഖ്യ ഏതാണ്? 5ഉം 6ഉം അല്ലെ? 5 × 6 എത്രയാണ്? 30 ആണ്. 5ഉം 6ഉം അടുത്തടുത്തുള്ള സംഖ്യകളും അല്ലേ? ഓക്കെ, അപ്പോ അതിന്റെ അടുത്തടുത്തുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത് 5ഉം 6ഉമാണ്. ഇതിൽ ഈ ക്വസ്റ്റ്യനിൽ പ്ലസ് വന്നതുകൊണ്ട് നമ്മൾ ഇതിൽ വലിയ ഘടകം എടുക്കുക. അതായത് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 6 ആണ്. മനസ്സിലായോ? അതായത് ഈ മോഡലിൽ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോ നമ്മൾ സംഖ്യ നോക്കാം, ചിഹ്നം നോക്കാം. ആ സംഖ്യയുടെ അടുത്തടുത്ത് വരുന്ന ഏറ്റവും വലിയ ഘടകങ്ങൾ നോക്കാം, 5ഉം 6ഉം. അതില് പ്ലസ് ആയതുകൊണ്ട് ഏറ്റവും വലിയ സംഖ്യ എടുക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതുപോലെ എന്ത് ക്വസ്റ്റ്യൻ ആണ്? വലിയൊരു റൂട്ട് 20 മൈനസ്, അതിൻ്റെ ഉള്ളിലൊരു റൂട്ട് 20 മൈനസ്, വീണ്ടും റൂട്ട് 20 മൈനസ് എക്സെട്ര ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം സംഖ്യ നോക്കുക. ആ സംഖ്യയുടെ അടുത്തടുത്ത ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 4ഉം 5ഉം ആണ് അല്ലെ? 4ഉം 5ഉം അടുത്തടുത്ത സംഖ്യകളാണ്. 4 × 5 20 ആണ്. ഇനി ഇവിടുത്തെ ചിഹ്നം ഏതാണ്? മൈനസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ രണ്ടിലും ചെറിയ സംഖ്യ മൈനസ് വരുമ്പോ 4. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 4 ആണ്. ഇത് ഏത് രീതിയിൽ ചെയ്യേണ്ട ഒരു കണക്കാണ്. ഓക്കെ, നമ്മുടെ 9ാമത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്.
നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എക്സ് പ്ലസ് 1/x ഇസ് ഈക്വൽ ടു 2 ആണെങ്കിൽ എക്സ് ക്യൂബ് പ്ലസ് 1/x ക്യൂബ് ഈസ് ഈക്വൽ ടു എത്ര? ഈ ഇക്വേഷൻസ് നമ്മൾ കുറച്ച് നേരത്തെ പഠിച്ചതാണ്. നമ്മൾ എന്താണ് പഠിച്ചത്? എക്സ് പ്ലസ് 1/x ഇസ് ഈക്വൽ ടു എ ആണെങ്കിൽ എക്സ് ക്യൂബ് പ്ലസ് 1/x ക്യൂബ് ഇസ് ഈക്വൽ ടു എ ക്യൂബ് മൈനസ് 3a എന്നാണ് നമ്മൾ പഠിച്ചത്. എ ക്യൂബ് മൈനസ് 3a. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ എ ആണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഇക്വേഷൻ എന്താണ്? എ ക്യൂബ് മൈനസ് 3a. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ 2 ആണ്. നമുക്ക് നേരെ ഈ 2 അവിടെ അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ എ ക്യൂബിന് പകരം നമുക്ക് എന്ത് എഴുതാം? 2 ക്യൂബ് മൈനസ് 3a എന്ന് പറയുമ്പോൾ 3 into 2. അതായത് എത്രയാണ്? 2 into 2 into 2 എന്ന് പറയുമ്പോൾ 8 മൈനസ് 3 into 2 6. അപ്പൊ ആൻസർ എത്രയാണ്? 2. ഓക്കെ, ഇനി നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എക്സ് മൈനസ് 1/x ഇസ് ഈക്വൽ ടു 4 ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്? ഈ ഇക്വേഷനും നമ്മൾ കുറച്ച് നേരത്തെ പഠിച്ചതാണ്. എന്താണ്? എക്സ് മൈനസ് 1/x ഇസ് ഈക്വൽ ടു എ ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്? എ സ്ക്വയർ പ്ലസ് 2. ഓക്കെ, നമുക്ക് അപ്ലൈ ചെയ്യാം ഇക്വേഷനിൽ. എ ആണ്, എ എന്ന് വെച്ചാൽ 4 ആണ്. നമുക്ക് അപ്ലൈ ചെയ്യാം. 4 സ്ക്വയർ പ്ലസ് 2 എത്രയാണ്? 4 into 4 16 plus 2 is equal to 18. ഓക്കെ, അപ്പൊ നമ്മുടെ എക്സ്പോണൻസ് അഥവാ കൃത്യങ്കങ്ങളുടെ ഏകദേശം കംപ്ലീറ്റ് ആയി. നമ്മൾ എല്ലാ ഇക്വേഷൻസും പഠിച്ചു, കുറെ പ്രോബ്ലംസ് ഒക്കെ ചെയ്തു. ഇനി ഒരു ക്ലാസ്സും കൂടെ എക്സ്പോണൻസിന്റെ വരുന്നുണ്ട്. അതിൽ നമ്മൾ ഇതുവരെയുള്ള എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നുള്ള എക്സ്പോണൻസിന്റെ പ്രോബ്ലംസ് ചെയ്യും, എല്ലാ പ്രോബ്ലംസും. അപ്പോ വീണ്ടും കാണാം. പിന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം.